ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിതാ പഴയൊരു ബൾബ് കിട്ടിയിട്ടുണ്ട്. സംഭവം ഇതിന്റെ ഫിലമെന്റ് ഒക്കെ കത്തി പോയിട്ടുണ്ട്, കണ്ടോ ആടി കളിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ വേണ്ടാതെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. പൊട്ടാതെ നമുക്ക് ഇതിന്റെ ബാക്ക് ഭാഗം അഴിച്ചെടുക്കാം കേട്ടോ. കുറച്ച് റിസ്കാ. അപ്പൊ മെല്ലെ മെല്ലെ നമുക്കിത് പൊട്ടാതെ തന്നെ കിട്ടണം. അപ്പൊ സംഭവം ഇളക്കി പോന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് വലിച്ചെടുക്കാം. ഇനി ഈ ഒരു ആണി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസിന്റെ ഭാഗം ഇളക്കി കൊടുക്കാം. അങ്ങനെ അത് മൊത്തം ഇളക്കി പോന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ കൊട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ ബൾബ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മള് പൊട്ടിച്ചെടുത്തിട്ടുള്ള പൊടികളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൾബിന്റെ ഉള്ളിക്ക് പറ്റിയ ഒരു ചെറിയ രൂപം ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിട്ട് ഇതാ ഈ ഒരു MC-യിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഇതിന്റെ ഹാർഡും റെസിനും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുകയാണ്. വിദൂരതയിൽ നിന്നും ഏതോ ഒരു നായ വരും. നമ്മുടെ ഈ ഒരു MC-യിൽ നന്നായിട്ട് മിക്സ് ആയി ഇതൊരു കറുപ്പ് നിറത്തിലായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആ രൂപം ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്ന് ഒരു മീഡിയം രീതിയിൽ ഉണങ്ങണം കേട്ടോ, എന്നാലും നമുക്ക് ഇതിപ്പോ ഒട്ടണ രീതിയാണ്. അപ്പൊ ഇതൊന്ന് മീഡിയം രീതിയിൽ സെറ്റ് ആവട്ടെ, അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഉണങ്ങിപ്പോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏത് രൂപത്തേക്ക് വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പൊ ഒരു മത്സ്യകന്യകയാണ് നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമുക്ക് ഈ ഒരു ശരീരത്തില് കയ്യും കാലൊക്കെ വെച്ചിട്ട് ആ ഒരു രൂപത്തേക്ക് ആക്കിയെടുക്കാം കേട്ടോ. കയ്യിലുള്ള ഓരോ വിരലുകൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നിലേക്ക് വളഞ്ഞു നിൽക്കണ പോലെ ഒരു വാല് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുടിയുടെ ഇഴകളൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. രണ്ട് കുഞ്ഞി കൈകൾ കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൈയും നമ്മുടെ ഈ ഒരു വാലൊന്നും ഉണങ്ങിയിട്ടില്ല. അത് ഉണങ്ങണതിന്റെ മുമ്പ് നമുക്കൊന്ന് പെയിന്റ് അടിച്ചിട്ട് ഈ കുപ്പിയിൽ കയറ്റണം. കുപ്പിയിലല്ല, നമ്മുടെ ഈ ഒരു ബൾബിൽ കയറ്റി വെക്കണം. അപ്പൊ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ റിസ്ക് ആണ്. വാല് മൊത്തം നമ്മളൊരു നീല കളർ ആദ്യം അടിച്ചെടുക്കുകയാണ്. ശരീരത്തിൽ മൊത്തം നമ്മളിതാ ഈ ഒരു കളർ അടിച്ചെടുക്കുന്നുണ്ട്. ഒരു വെള്ളി നിറത്തിലുള്ള കിരീടം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണില് നമ്മൾ വെള്ളം അടിച്ചിട്ട് കറുപ്പ് കൊണ്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൈയും വാലും ഉണങ്ങണതിന്റെ മുമ്പ് തന്നെ നമ്മൾ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടല്ലോ ഈ ബൾബിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെക്കാം. അപ്പൊ ഈ ഒരു ഹോളിലൂടെ വേണം നമ്മളിത് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു വാലൊക്കെ തടയണേന് നമുക്കിതൊക്കെ ഒന്ന് മടക്കി വെക്കാം കേട്ടോ. അതാണ് നമ്മൾ ഉണങ്ങണതിന്റെ മുമ്പ് തന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇവിടെ തടയുണ്ടല്ലോ. അപ്പൊ നല്ലൊരു കഷ്ടപ്പെട്ട് നമ്മൾ നശിക്കാതെ തന്നെ ഉള്ളിലേക്ക് കയറ്റി വിടണം. അങ്ങനെ കയറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കി വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നൂർത്തി കൊടുക്കാം. അത്യാവശ്യം ഉണങ്ങിന് കേട്ടോ സംഭവം, നൂർത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഇനി കൈ രണ്ട് നമുക്ക് നൂർത്താടാം. ഇനി ഇതിന്റെ ഉള്ളിൽ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്, പക്ഷെ അത് നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു MC-യിൽ ഉണങ്ങിയതിന്റെ ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ അടിക്കുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിനുള്ള ഒരു മരക്കഷ്ണം ഇവിടെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ മരമൊക്കെ വെട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അത് ഉണ്ടോ നോക്കി നോക്കാം. ഒന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിപ്പം കമ്മിയാണ്. കുഴപ്പമില്ല, വെച്ചോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മരക്കഷ്ണത്തില്
നമുക്കിതാ ഈ ഒരു ചതുരത്തിൽ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ആ ഹോള് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മരക്കഷ്ണം നമുക്ക് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് മിനുസാക്കി എടുക്കണം. ഇതിൽ നിൽക്കണ റഫ് ആയിട്ടുള്ള ഭാഗം പിന്നെ ഇതിലുള്ള മണ്ണൊക്കെ ഒന്ന് പോയിക്കോട്ടെ നല്ല. അങ്ങനെ മരക്കട്ടൊക്കെ മിനുസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അലുമിനിയം ഫോയിൽ വേണം. അപ്പൊ ഇത് നമുക്കൊന്ന് ചുരുട്ടിയിട്ട് ഇതാ ഈ ഒരു രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഒന്നും കൂടി വേണം. അത് ഈ ഒരു മരക്കഷ്ണത്തിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിക്ക് ആക്കിയെടുക്കാം. അപ്പൊ ഇത് വേറൊന്നല്ല, നമ്മുടെ ഒരു കക്കയൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു ഷെല്ല് പോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തത്. അപ്പൊ ഇതിന്റെ മുകളിൽ തുറന്നിരിക്കണ പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇനി നമുക്ക് എപ്പോക്സി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് മൊത്തം ഒന്ന് നമുക്ക് ഇതിലേക്ക് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ സെല്ലിന്റെ 2 ഭാഗങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൂട്ടി വെക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു മുകളിലത്തെ സെല്ല് വെക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഈ ഒരു കമ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് തൊട്ടിച്ചേക്കാം. നമ്മുടെ സെല്ല് ഉണങ്ങാൻ വേണ്ടി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ ഉണങ്ങാൻ വെച്ചിട്ടുള്ള മത്സ്യകന്യകനെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ കുറെ നേരമായി നമ്മൾ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഇപ്പൊ സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി പരിപാടി ചെയ്യാം. ആദ്യം നമുക്കിതാ ഈ ഒരു LED ഈ ഗ്ലൂ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ബൾബിന്റെ 2 കമ്പി നമുക്ക് ഷോർട്ട് ആവാത്ത രീതിയിൽ മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ശുദ്ധമായിട്ടുള്ള വെള്ളം വേണം. ഈ ഒരു വെള്ളം നമുക്ക് ഈ ഒരു ബൾബിക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് മെല്ലെ ഈ ബൾബിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള LED ഇതിന്റെ ഒപ്പം ഇറക്കി കൊടുക്കാം. അത് നമ്മളിതാ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ 4 പുറം ഒന്ന് നിറച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ MC ഉപയോഗിച്ചിട്ട് വെള്ളം പുറത്ത് പോവാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ MC മിക്സ് ആക്കിയിട്ട് ഇതിന്റെ 4 പുറം ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ചു നേരം ഉണങ്ങാൻ വേണ്ടി വിടണം. ഇപ്പൊ ഇത് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. ആദ്യം ഇതിന്റെ ബാക്കിലുള്ള മരം ഒന്ന് ബ്രൗൺ കളർ അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ സെല്ലിന് മൊത്തം വൈറ്റ് കളർ അടിച്ചെടുക്കാം. അവസാനം സെല്ലിന്റെ പുറം ഭാഗത്ത് മാത്രം നമ്മളൊരു ഗോൾഡൻ കളർ സ്പ്രേ ചെയ്ത് കൊടുക്കാണ്. ഇപ്പൊ നമ്മുടെ MC-യിലൊന്ന് ഉണങ്ങി നോക്കിയോ കേട്ടോ. അപ്പൊ സംഭവം കല്ല് പോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു സെല്ല് നമ്മുടെ ബൾബായിട്ട് ചേർത്ത് വെക്കാൻ പോവാണ്. പിന്നെ നമ്മളിത് ബാറ്ററി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സ് നമ്മൾ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് വെട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ബാറ്ററി വെക്കുമ്പോൾ ചാർജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പ്രിങ് പോലത്തെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പഴയ ഒരു റിമോട്ടിൽ നിന്ന് നമ്മൾ ഊരിയെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു ബോക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പോസിറ്റീവും നെഗറ്റീവും ചാർജ് നമ്മൾ കളർ കോഡ് വെച്ച് വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മരത്തിന്റെ ബാക്കിൽ നേരത്തെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലുള്ള ഈ ഒരു റെഡ് വയറിൽ നമ്മൾ ഈ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിന്റെ മറ്റേ അറ്റത്ത് നമ്മൾ വേറൊരു റെഡ് വയറും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ വയറുകൾ സെല്ലിന്റെ ഹോളിൽ കൂടെ നമുക്ക് കടത്തിവിടാം. ഈ ഒരു ഹോളിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഗം ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ബോക്സ് കറക്റ്റായിട്ട് ഇറക്കി വെച്ചെടുക്കാം. അതേപോലെ തന്നെ സ്വിച്ചും നമുക്ക് ഒട്ടിച്ചെടുക്കാം. സ്വിച്ചിന് കുറച്ച് കൂടുതൽ പശ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട്. അപ്പൊ അടിഭാഗം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബൾബിക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഈ ഒരു ഹോളിക്ക് മത്സ്യകന്യകനെ ഇറക്കി വെക്കുകയാണ്. ഇനി ഇതിൽ ബോറായിട്ട് നിൽക്കണ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഗോട്ടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കളർ കല്ലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗോട്ടിയും കളർ കല്ലുകളൊക്കെ നമുക്ക് ഫ്ലക്കിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ 2 ബാറ്ററി ഇതിക്ക് വെച്ചു കൊടുക്കാം. ഇനി ബാറ്ററി ഒന്ന് മൂടി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ മർമെയ്ഡും സെല്ലൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ലൈറ്റ് ഒന്ന് നമുക്ക് ഇട്ട് നോക്കി നോക്കാം. ബൾബിന്റെ ഉള്ളിലുള്ള നമ്മുടെ ഈ ഒരു മത്സ്യകന്യകയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ